നമസ്കാരം. എമ്പുരാൻ വിവാദം തുടരുന്നതിനിടെ പൃഥ്വിരാജിനും നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ്. എമ്പുരാന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പൃഥ്വിരാജിനെതിരെയും നീക്കം തുടങ്ങിയത്. 2022 പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത്. എന്നാൽ ഇതിൽ എമ്പുരാനുമായി ബന്ധമില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 2022 പുറത്തിറങ്ങിയ ഗോൾഡ്, കടുവ, ജനഗണമന എന്നീ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ തേടിയാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. നികുതി വെട്ടിപ്പിന്റെ ഭാഗമായാണോ ഇതെന്നാണ് വകുപ്പ് അന്വേഷിക്കുന്നത്. താരതമ്യേന സഹനിർമ്മാതാവ് അടയ്ക്കേണ്ട നികുതി തുക അഭിനേതാവിനേക്കാൾ കുറവുമാണ്. ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടി. ഈ മാസം 30-നകം മറുപടി നൽകാനാണ് നിർദ്ദേശവും. എന്നാൽ എമ്പുരാൻ വിവാദങ്ങൾ കത്തിനിൽക്കെ ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസ് പ്രതികാര നടപടിയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും ഓഫീസുകളിലും ഇന്നലെ മണിക്കൂറുകൾ നീണ്ട റെയ്ഡും നടത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലായാണ് പരിശോധന നടന്നത്. ഇന്നലെ കോഴിക്കോട്ടായിരുന്ന ഗോകുലം ഗോപാലനെ വൈകിട്ട് ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് ED രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു.